ഹലോ ഗായ്സ്, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 2 മണിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 4 മണിക്കാണ് ഇറങ്ങിയ ശേഷം നേരെ തിരിച്ചിച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിലോട്ട് പോയി. ഞങ്ങളിന്ന് ചെറുതായിട്ട് കറങ്ങാൻ പോകാൻ പ്ലാൻ കേട്ടോ. പാവം 1 മണിക്ക് വെയിറ്റ് ചെയ്ത് ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ 4 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത്. അങ്ങനെ ചേച്ചീനെയും പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ പോയത് കലീസ് ഹോട്ടലിൻ്റെ ഒരു രസീക്കാരം എന്ന് പറഞ്ഞ ഈ ഒരു നോമ്പുതുറയുടെ ഒരു സ്പെഷ്യൽസൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു മലപ്പുറം ഏരിയയുടെയൊക്കെ. അവിടുന്ന് ഞങ്ങൾ ചിക്കൻ കൽമാസ് വാങ്ങി, അതുപോലെ തന്നെ മുട്ട ബജ്ജി വാങ്ങി. അത് അശ്വ ചേച്ചിക്ക് മുട്ട ബജ്ജി വേണം, അപ്പോൾ അത് വാങ്ങി. പിന്നെ ഒരു കിളിക്കൂടി വാങ്ങി. പിന്നെ കുനാഫ ചിക്കൻ്റെ ഒരു സ്റ്റിക്ക് പോലത്തെ ഉണ്ടായിരുന്നു, അതും വാങ്ങി. അതിനുശേഷം പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ചിക്കൻ്റെ അല്ലേ വാങ്ങി. അപ്പോൾ സ്വീറ്റ്സിൻ്റെ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പഴം നിറച്ചതും അവിടെ നിന്ന് തന്നെ പഴം നിറച്ചതും വാങ്ങി. അത് കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് 3 ടൈപ്പ് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അത് 3 വാങ്ങിയിട്ട് മാംഗോ ലസ്സി പിന്നെ മുഹബത്ത് കാ സർബത്ത് അങ്ങനെ എന്തൊക്കെയോ 3 അത് വാങ്ങി. ഇതാണ് കേട്ടോ അവരുടെ ഈ നോമ്പുതുറയുടെ ഇഫ്താർ മീറ്റ് നടത്തുന്ന സ്ഥലം. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ നേരെ ഇത് കഴിക്കാനൊരു സ്ഥലം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ നേരെ തപ്പി ഇറങ്ങിയിട്ട് നൂർ ലേക്കിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. നൂർ ലേക്കിൽ 6 മണി വരെ 6:10 വരെയൊക്കെ ഉള്ളൂ അത്. അപ്പോൾ ഞങ്ങളുടെ 5 മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പ്രകൃതി രമണീയമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ ഇരുന്ന് പിന്നെ എല്ലാവരുടെ ഓരോ കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാതിരുന്നത്. ശരിക്കും ഒരു കാട്ടിൽ പോയി ഇരിക്കുന്ന ഒരു ഫീലാട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിരിക്കാൻ. ചേച്ചിയാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ ഫുള്ള് കളിയായിരുന്നു. ആൾ ഇത്തിരി ഉള്ളെങ്കിലും നേഴ്സാണ് കേട്ടോ. പിന്നെ ഈ 3 ഡ്രിങ്ക്സും 5 പൈസയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും കഴിച്ചിട്ടില്ല. അതങ്ങനെ കളയുകയാണ് ചെയ്തത്. ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ബാക്കി എല്ലാതും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഈ ചിക്കൻ കൽമാസിനകത്താണെങ്കിൽ ചോറായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഒടുക്കത്തെ വിലയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ നടന്നു. അവിടെ ആരൊക്കെ ഫോട്ടോ എടുക്കുന്ന കണ്ടിരുന്നു. ചേച്ചിനെ കൂടെ ഞങ്ങൾ ചെമ്പരത്തൊക്കെ വെപ്പിച്ചിട്ട് പോസ് ചെയ്യിപ്പിച്ചിട്ടോ. പിന്നെ ഇന്നത്തെ പോലെ വായ നോട്ടും S24 അൾട്ര കൊണ്ട് സൂം ചെയ്തിട്ട് ചെക്കന്മാർ അവിടെ എന്താ ചെയ്യണം നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ നെസ്റ്റോയിലേക്ക് പോയി. ഇനി അവിടെ കുറച്ച് കറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നെസ്റ്റോയിൽ പോയി അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചുമ്മാ വായി നോക്കി നടന്നു, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർക്ക് അവരുടെ ഹോസ്റ്റലിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അന്ന് കഴിക്കാനുള്ള ഫുഡ് 199 എന്തോ ഒരു നോമ്പുതുറയുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു, അതും വാങ്ങിയിട്ട് അവരുടെ ഹോസ്റ്റലിലേക്കും പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ബായ്.